വനിതാ സംവരണ ബിൽ ഇന്ന് പാർലമെന്റിൽ 33% വനിതാ സംവരണത്തോടെ ലോക്സഭാ സീറ്റുകൾ 850 ആക്കുന്ന ബില്ലിൽ ഇന്നും നാളെയും ലോക്സഭയിൽ ചർച്ച നടക്കും. രാജ്യഭരണത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്ന ചരിത്ര ബില്ലിനെ എതിർക്കാനാണ് ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം. ദിലീപ് കുറ്റിച്ചൽ ഒപ്പം ചേരുന്നു. ദിലീപ്, ഒരു ചരിത്ര ദിവസമാണ്. 33% സംവരണം സ്ത്രീകൾക്ക്, വനിതകൾക്ക് ഉറപ്പുവരുത്തുന്ന ഒരു ബിൽ, ഭേദഗതി ബിൽ പാർലമെന്റിൽ വരികയാണ്. പക്ഷേ ഇന്ത്യ സഖ്യം ഇപ്പോഴും അതിനെ എതിർക്കാൻ പുറപ്പെട്ടു നിൽപ്പാണ്. വിവരങ്ങൾ. സുരേഷ്, 4 പതിറ്റാണ്ടായി രാജ്യം കാത്തിരുന്ന ഒരു സുപ്രധാന ബില്ലിനാണ് ഇന്ന് ലോക്സഭ സാക്ഷ്യം വഹിക്കുന്നത്. അതിന്റെ മുന്നോടിയായിട്ടുള്ള എല്ലാ എംപിമാർക്ക് നോട്ടീസ് നൽകുകയും അതോടൊപ്പം തന്നെ ഏത് രീതിയിലാണ് ഈ ബില്ല് അവതരിപ്പിക്കുന്നത് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും കേന്ദ്ര സർക്കാർ വ്യക്തമായി കഴിഞ്ഞു. പക്ഷേ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിപക്ഷം ഇത്തരത്തിലൊരു ഇതിനെ എതിർക്കുന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വളരെയധികം ചർച്ചയാവുന്നത്. കാരണം വനിതാ സംവരണ ബില്ലിന്റെ ലക്ഷ്യം എന്താണെന്നും അത് എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ കൊണ്ടുവരുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടും പ്രതിപക്ഷം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എതിർക്കുന്നത് എന്ന് തന്നെയാണ് അവർക്കും അറിയില്ല. പ്രത്യേകിച്ച് ഇന്നലെ മല്ലികാർജുന ഖർഗെ പറഞ്ഞ സമയത്ത് പോലും മാധ്യമപ്രവർത്തകർ ചോദിച്ചു എന്തിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ എതിർക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ പോലും അദ്ദേഹം പറയുന്നത് രാഷ്ട്രീയ പ്രേരിതം എന്നാണ്. പക്ഷേ എന്താണ് ആ രാഷ്ട്രീയ പ്രേരിതം എന്ന് പറയുമ്പോൾ അതിന് വ്യക്തമായ മറുപടി അദ്ദേഹത്തിന് നൽകാൻ സാധിക്കുന്നില്ല. മണ്ഡല നിർണ്ണയവുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ് അദ്ദേഹം ആരോപിക്കുന്നത്. പക്ഷേ എങ്ങനെയാണ് മണ്ഡല നിർണ്ണയം നടത്തുന്നത് അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കി തന്നെയാണ് കേന്ദ്ര സർക്കാർ ബില്ല് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് സുപ്രീം കോടതി ജഡ്ജി, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, അല്ലെങ്കിൽ അദ്ദേഹം നിർദ്ദേശിക്കുന്ന ആൾ, അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അടക്കമുള്ളവർ ചേർന്ന ഒരു സമിതി രൂപീകരിക്കും. അതിനുശേഷം മാത്രമായിരിക്കും ഇതിന്റെ മണ്ഡല നിർണ്ണയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക എന്നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടും എതിർക്കാനുള്ള യാതൊരുവിധ കാരണങ്ങൾ ഇല്ലായിട്ട് പോലുമാണ് പ്രതിപക്ഷം ഇപ്പോൾ എതിർക്കുന്നത്. എന്തായാലും വളരെ ശക്തമായി തന്നെ കേന്ദ്ര സർക്കാർ ഇതുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. സുരേഷ്, ശരി, വിവരങ്ങൾ നൽകുകയായിരുന്നു ദിലീപ് കുറ്റിച്ചൽ.